ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മെട്രിക്സിന്റെ ബേസിക് പ്രോഗ്രാം എടുക്കുകയാണ്. മെട്രിക്സിന്റെ റീഡും മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന കോഡ് എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് മെട്രിക്സിന്റെ റോ എലമെന്റ്സ് സോറി, ഞാൻ ഒരു മെട്രിക്സ് ഇവിടെ ആദ്യം എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ 1 2 3 4 5 6 7 8 9. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻസ് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇതെന്ന് പറഞ്ഞാൽ 0th റോയിൽ 0th കോളം, 0th റോയിൽ ഫസ്റ്റ് എലമെന്റ്, 0th റോയിൽ സെക്കൻഡ് എലമെന്റ്, 0th റോയിൽ ഫസ്റ്റ് റോയിൽ 0th എലമെന്റ്, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെന്റ്, then what about this second row is 0th element, second row is first element, second row is second element. Okay, so elements and locations ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മെട്രിക്സ് ഉണ്ട്, ഒരു 3x3 മെട്രിക്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പഠിക്കേണ്ട കുറച്ച് ടൈംസ് ഉണ്ട്. നമുക്ക് പഠിക്കേണ്ട ഇതൊക്കെയാണ്. പഠിക്കേണ്ടത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് പറയും. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്, ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്, മെയിൻ ഡയഗണൽ, അതാണ് അതിൻ്റെ എക്സെപ്റ്റ് വേർഡ്. ഡയഗണൽ എന്ന് വെറുതെ പറഞ്ഞാലും നമ്മൾ മെയിൻ ഡയഗണൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ഡയഗണൽ, അടുത്തത് ഓഫ് ഡയഗണൽ. ഓക്കെ, മെട്രിക്സിന് ഇങ്ങനെ ഈ 4 ടേംസിലുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന് നമ്മൾ താണ്ട ഡയഗണലായിട്ട് കട്ട് ചെയ്യുന്നത്. അതാ ഈ ഒരു പീസ് ഓഫ് മെട്രിക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്. അതായത് ഡയഗണലിലും അതിന് മുകളിൽ കിടക്കുന്ന എലമെന്റ്സിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ലോവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ലോവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡയഗണലും അതിന് താഴെ കിടക്കുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോവർ ട്രയാങ്കിൾ. ഓഫ് കോഴ്സ് മെയിൻ ഡയഗണൽ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാം, ഇതാണ് മെയിൻ ഡയഗണലിലെ എലമെന്റ്സ് 1 5 9. ഓക്കെ, വാട്ട് അബൌട്ട് ഓഫ് ഡയഗണൽ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഡയഗണൽ പറയുന്ന പേരാണ് ഓഫ് ഡയഗണൽ. 3 5 7 ഈ 3 എലമെന്റ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഫ് ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസ്പ്ലേ ദി അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് ഓർ ഡിസ്പ്ലേ ദി ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്, അല്ലെങ്കിൽ ഡിസ്പ്ലേ ദി മെയിൻ ഡയഗണൽ, ഡിസ്പ്ലേ ദി ഓഫ് ഡയഗണൽ, ഇങ്ങനെ വരും ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇതിന്റെ കണ്ടീഷൻ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് അപ്പർ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത്? കണ്ടീഷൻ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ അന്നേരം ഒന്ന് ഇതുപോലെ മെട്രിക്സ് ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഐയുടെയും ജെയുടെയും വാല്യൂസ് നോക്കിയാൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലെ വാല്യൂസ് ഇത്ര എണ്ണല്ലേ, 1 2 3 5 6 9, ഇത്രയുമാണ് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിലെ എലമെന്റ്സ്. ഇതിലെല്ലാം ഐയുടെയും ജെയുടെയും വാല്യൂസ് ശ്രദ്ധിച്ച് നോക്കി. ഐയെക്കാട്ടിയും ഗ്രേറ്റർ ആയിരിക്കും എന്തിന്റെ വാല്യൂ, ജെയുടെ വാല്യൂ. 0 2 1 2 1 1 2 2. അപ്പോൾ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സിന്റെ കണ്ടീഷൻ എന്തായിരിക്കും? I should be less than or equal to j ആയിരിക്കണം. ഓക്കെ, വാട്ട് അബൌട്ട് ലോവർ ട്രയാങ്കിൾ? ലോവർ ട്രയാങ്കിൾ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 5 9 4 7 8, ഇത്രയുമാണ് ലോവർ ട്രയാങ്കിൾ എലമെന്റ്സ്. അതിന്റെ ലൊക്കേഷൻസ് ശ്രദ്ധിച്ചാൽ അറിയാം. ഐയുടെയും ജെയുടെയും ലൊക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും I should be greater than or equal to j. ഓക്കെ, ഈ ലൊക്കേഷൻസിൽ വരുന്ന എല്ലാം ഏതായിരിക്കും? ലോവർ ട്രയാങ്കിൾ ആയിരിക്കും. മെയിൻ ഡയഗണൽ നോക്കിയേ, 0 0 1 1 2 2, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. I equal to j ആണെങ്കിൽ ഏത് ട്രയാങ്കിൾ ആയിരിക്കും അത്? ട്രയാങ്കിളിലെ ഏത് എലമെന്റ്സ് ആയിരിക്കും? മെയിൻ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഇനി ഓഫ് ഡയഗണൽ നോക്കുക, 7 5 3. ഓക്കെ, അതിന്റെ ഐയും ജെ നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ കണ്ടീഷൻ മനസ്സിലാവണം എന്നില്ല. കണ്ടീഷൻ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. I plus j equal to n minus 1 ആയിരിക്കും. ഇവിടെ 3 by 3 അല്ലേ മെട്രിക്സ്? 3 by 3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഡയഗണൽ ഉള്ളത് ആകെ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 3 by 3 മെട്രിക്സ് ആണെങ്കിൽ ഈ രണ്ട് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2 ആയിരിക്കും. 2 plus 0 2 ആണ്, 1 plus 1 2 ആണ്, 0 plus 2 2 ആണ്. ഓക്കെ,
അങ്ങനെ വരുന്നത് ഈ ഓഫ് ഡയഗണൽ എലമെന്റ്സിന് മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് എലമെന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. 1ഉം 0ഉം 2 കിട്ടില്ല. ബാക്കി ഏത് എലമെന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. ഒരിക്കലും എന്ത് കിട്ടത്തില്ല, സമ്മ് 2 കിട്ടത്തില്ല. അപ്പൊ സമ്മ് 2 കിട്ടുകയാണെന്നാണ് അതെന്തായിരിക്കും, ഓഫ് ഡയഗണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ 4 കണ്ടീഷൻസ്. അപ്പൊ ഈ 4 കണ്ടീഷൻസ് നല്ലപോലെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കോഡ് പഠിക്കാൻ പറ്റും. കോഡ് പഠിക്കാൻ മീൻസ് ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാറുണ്ട്. ഡിസ്പ്ലേ അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്, ഡിസ്പ്ലേ ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്, അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. നമ്മൾ പഠിച്ച പോലെ സം ഓഫ് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ്, സം ഓഫ് എലമെന്റ്സ് ഇൻ ലോവർ ട്രയാങ്കിൾ മെട്രിക്സ്, സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഈ കണ്ടീഷൻസ് വേണം. അപ്പൊ ഞാൻ നമ്മുടെ പ്രോഗ്രാം എടുക്കുകയാണ്. എന്നിട്ട് ഡിസ്പ്ലേക്കകത്ത് കോഡ്, ഡിസ്പ്ലേ എല്ലാ എലമെന്റ്സിനും എനിക്ക് ഡിസ്പ്ലേന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ കണ്ടീഷൻ കൊടുക്കും. ഇഫ് യുടെ ആവശ്യമില്ല, ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജെ, എങ്കിൽ മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേ ചെയ്താൽ മതി. ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്ത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കാര്യം കാണിച്ചു തരാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പ്രശ്നം എന്താന്ന് ഡിസ്പ്ലേ ചെയ്ത് തന്നെ നമുക്ക് നോക്കാം. 3x3 എടുക്കുന്നു. എലമെന്റ്സ് ഞാൻ 1 2 3 ഫോർ എക്സാമ്പിൾ എലമെന്റ്സിന് കൊടുക്കുകയാണ്. 8 9. ഓക്കെ, കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, ലോവർ ട്രയാങ്കിൾ മെട്രിക്സിന്റെ കണ്ടീഷനാണ് ഞാൻ കൊടുത്തത്. ഐ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജെ. ഇത് കൊടുത്താൽ അതുപോലെ തന്നെ കിട്ടി. അപ്പൊ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണമായിരുന്നു, നമുക്ക് ഐ ലെസ് ദാൻ ഈക്വൽ ടു ജെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് കിട്ടണമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കാണിക്കാം എന്താണ് പ്രശ്നം വരുന്നത്. അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് അപ്പർ ട്രയാങ്കിൾ മെട്രിക്സ് തന്നെ കാണിച്ചു. 1 2 3 5 6 9 ഇത്ര എലമെന്റ്സ് തന്നെയാണ്. ബട്ട് അത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് നമുക്ക് അപ്പർ ട്രയാങ്കിളോടെ ഫീൽ ചെയ്യുന്നുണ്ടോ? നമുക്ക് ഇല്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരു എളുപ്പവഴികൾ കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ. എലമെന്റ് ഉണ്ടെങ്കിൽ എലമെന്റ് പ്രിന്റ് ചെയ്യാം. എലമെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് പ്രിന്റ് ചെയ്യാം, പകരം ഒരു സ്പേസ് പ്രിന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അത് നമുക്ക് ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, കാരണം തിയറി പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വാല്യൂ ചെയ്യാറില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എന്താ ചെയ്തേക്കുന്നത്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എലമെന്റ് പ്രിന്റ് ചെയ്യുക. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്ത് പ്രിന്റ് ചെയ്യാം, ഒരു സ്പേസ് പ്രിന്റ് ചെയ്യാം. ഇനി നോക്കാം. സെയിം എക്സാമ്പിൾ തന്നെ നമ്മൾ കൊടുക്കുന്നു. 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടി, 4 എന്ന് പറയുന്നത് ഒരിക്കലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് അത് പകരം എന്ത് പ്രിന്റ് ചെയ്യും, അവിടെ സ്പേസ് പ്രിന്റ് ചെയ്യും. 7ഉം 8ഉം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അതിന് പകരം അവിടെ എന്ത് പ്രിന്റ് ചെയ്തോളും, സ്പേസ് പ്രിന്റ് ചെയ്തോളും. ഓക്കെ, അപ്പൊ ഇത് ഓപ്ഷനിലാണ്. ഈ കോഡ് നിങ്ങൾ പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇത്ര മാത്രം എഴുതിയാലും നിങ്ങൾക്ക് തിയറിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി ഏതാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് കോഡ് മാറ്റുക. ലോവർ ട്രയാങ്കിൾ ആണെങ്കിൽ ലോവർ ട്രയാങ്കിളിന്റെ, അപ്പർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ, ഡയഗണൽ ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രോഗ്രാം എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ ആണോ? ഇനി ഇതേ കോഡ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. സം ഓഫ് ഓഡ് എലമെന്റ്സിന്റെ പ്രോഗ്രാം ആയിരുന്നത്. മെട്രിക്സ് റീഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ മെട്രിക്സിന്റെ ലൂപ്പ് കൊടുക്കുക. എ ഓഫ് ഐ ജെ നമ്മുടെ മെട്രിക്സ് ഓരോ എലമെന്റ് എടുക്കുന്നു. ആ എലമെന്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ എന്താണ്, അത് ഓടാണ്, എങ്കിൽ മാത്രം സം കണ്ടുപിടിച്ചാൽ മതി എന്നുള്ള പ്രോഗ്രാം എടുത്തിട്ട് നമ്മൾ ഇവിടെ ഓരോ കോഡ് കൊടുക്കണം. ഐ ഈക്വൽ ടു ജെ എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തിന്റെ കണ്ടീഷനാണ്, മെയിൻ ഡയഗണലിന്റെ കണ്ടീഷനാണ്. അപ്പോൾ ഏതിന്റെ മാത്രം സമ്മേ കണ്ടുപിടിക്കത്തുള്ളൂ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സിനെ മാത്രമേ സം കണ്ടുപിടിക്കൂ. ദാറ്റ് മീൻസ് മെയിൻ ഡയഗണൽ എലമെന്റ്സിനെ മാത്രമേ നമുക്ക് എന്ത് കിട്ടും, സം കിട്ടും. അതുപോലെ ഇവിടെ കണ്ടീഷൻസ് മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ലോവർ ട്രയാങ്കിൾ എലമെന്റ്സിന്റെ സമ്മ്, അപ്പർ ട്രയാങ്കിളിന്റെ സമ്മ്, മെയിൻ ഡയഗണലില്, ഓഫ് ഡയഗണലിൽ, ഇതിന്റെ ഏതിനുള്ള സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് അത്രയും. അപ്പോ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്. ഒരു ബേസിക് പ്രോഗ്രാം, നമ്മൾ മെട്രിക്സ് ഡിസ്പ്ലേയുടെ ബേസിക് പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇതെല്ലാം ഇത്രയും പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആ ബേസിക് പ്രോഗ്രാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ ഈ
4 കണ്ടീഷൻസ് കാണാൻ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം കാണാൻ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഐ ലെസ് ആൻഡ് ജെയും ഐ ഗ്രേറ്റർ ദാൻ ജെയൊക്കെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക എലമെന്റ്സ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.